ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജാക്കിനെയും ജെനിഫറിനെയുമാണ് കാണിക്കുന്നത്. ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ അവധിക്കാലം ആഘോഷിക്കാനായി പോവുകയാണ്. ഉല്ലാസത്തിനായി അവർ കയറിയിരുന്ന കപ്പലിലെ ജീവനക്കാരനായ മാനുവേൽ അതീവ സുന്ദരനായിരുന്നു. ഈ ഒരു സമയത്താണ് മാനുവേലിൻ്റെ കാമുകി അങ്ങോട്ടേക്കെത്തുന്നത്. അവൻ്റെ കാമുകി ഗർഭിണിയായിരുന്നു. അതിനുത്തരവാദി മാനുവലാണ്. എന്നിരുന്നാലും അവിടെ വിവാഹം കഴിക്കാൻ മാനുവൽ തയ്യാറായിരുന്നില്ല. കലിപ്പോണ്ട കാമുകി മാനുവലിനെ അടിച്ചു. ഇരുവരും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുകയും മാനുവൽ അവളെ തിരിച്ചു തല്ലുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ജാക്ക് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഏവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജാക്കിൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടാതെ മാനുവൽ രോക്ഷാകുലനായി. അതിനാൽ തന്നെ മാനുവൽ ജാക്കിനെ അവഗണിക്കുകയാണ്. ഈ ഒരു സമയത്ത് മാനുവലിൻ്റെ കാമുകി മാനുവലിനെതിരെ കൂടോത്രം ചെയ്യുകയായിരുന്നു. ഇതേസമയം ജാക്കും ജെനിഫറും അവരുടെ റൂമിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് അവരിരുവരും ബന്ധപ്പെട്ടു. കൂടോത്രത്തിൻ്റെ ഭാഗമായി മാനുവലിൻ്റെ കാമുകി ഒരു പാവയെ അടിക്കുകയാണ്. അതിൻ്റെ ഫലമായി മാനുവലിൻ്റെ മൂക്കിൽ നിന്നും രക്തമൊലിക്കുവാൻ തുടങ്ങി. കാരണം ആ ഒരു പാവ പ്രതിനിധീകരിക്കുന്നത് മാനുവലിനെയാണ്. പിന്നീട് മാനുവലിനോട് ഒരു ബിയർ കൂടി കൊണ്ടുവരാനായി ജാക്ക് പറയുകയാണ്. മാനുവൽ അതനുസരിക്കാതായതോടെ ജാക്ക് ഇക്കാര്യം ക്യാപ്റ്റൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മാനുവലുമായി സംസാരിക്കുകയും അവന് താക്കീത് നൽകുകയും ചെയ്തു. ദേഷ്യത്തോടെ ജോലി രാജിവെച്ച മാനുവൽ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അവൻ്റെ പക്കലുണ്ടായിരുന്ന തുവാല പറന്നു പോവുകയും അതിന് തീ പിടിക്കുകയും ചെയ്യുകയാണ്. തീ ആളിപ്പടരുകയും കപ്പൽ മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. ജാക്കും കൂട്ടരും ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടാനായി ശ്രമിച്ചു. രാത്രിയിൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ജാക്കും കൂട്ടരും സഞ്ചരിച്ചിരുന്ന ലൈഫ് ബോട്ട് മറഞ്ഞു. കപ്പൽ തകർന്നു പോയെങ്കിലും ഒരു വിധത്തിൽ ജെനിഫർ നീന്തി ഏതോ ഒരു ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. അല്പസമയത്തിനു ശേഷം ജെനിഫർ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ്റെ മൃതശരീരം കണ്ടെത്തി. പിന്നീട് മാനുവലും എങ്ങനെയൊക്കെയോ നീന്തി അവിടേക്കെത്തി. ആൾത്താമസമില്ലാത്ത ആ ഒരു ദ്വീപിൽ അവരിരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തങ്ങളെ സഹായിക്കാനായി ഇങ്ങോട്ടേക്ക് ആരും എത്തില്ലെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ശേഷം ഇരുവരും ചേർന്ന് താമസിക്കാനായി ചെറിയൊരു ഷെഡ് പണിതു. ചിരട്ടയിൽ മഴവെള്ളം ശേഖരിച്ച് ഇരുവരും ദാഹമകറ്റി. പിന്നീട് അവരിരുവരും ഒരുമിച്ച് നീന്തുകയാണ്. ഈ സമയത്ത് മാനുവലിൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടാതെ ജെനിഫർ പ്രകോപിതയായി. പിന്നീട് മാനുവൽ ക്ഷമാപണം നടത്തുകയും ഇരുവരും സൗഹൃദത്തിലാവുകയും ചെയ്തു. പിറ്റേന്ന് മാനുവൽ മീൻ പിടിക്കാനായി കടലിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് അവൻ അതീവ ക്ഷീണിതനായ നിലയിൽ ജാക്കിനെ കാണാനിടവരികയും അവനെ ദ്വീപിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട ജെനിഫറിന് ഒരുപാട് സന്തോഷമായി. ആദ്യമൊക്കെ നന്ദിയുള്ളവനായിരുന്നെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് മാനുവലുമായി അവിഹിത ബന്ധമുണ്ടോ എന്നുള്ള സംശയം ജാക്കിനെ പ്രകോപിതനാക്കി. ഇരുവരും പ്രണയത്തിലാണെന്ന് ജാക്ക് സംശയിച്ചു. ജാക്ക് ഇതേക്കുറിച്ച് ജെനിഫറിനോട് ചോദിച്ചു. ജെനിഫർ സത്യസന്ധമായി എല്ലാം പറയുകയും ഈ ഒരു കാര്യം നിഷേധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ജാക്കിൻ്റെ സംശയങ്ങൾ ഒട്ടുമാറിയിരുന്നില്ല. പിന്നീട് ജാക്ക് മാനുവൽ തീയുണ്ടാക്കിയിരുന്ന ലൈറ്റർ മോഷ്ടിക്കുകയാണ്. സംശയം മാറാതെ ജാക്ക് ജെനിഫറിനെ മാനുവലിൻ്റെ കൂടെ മീൻ പിടിക്കാനായി അയച്ചു. ശേഷം ജാക്ക് അവരറിയാതെ ഇരുവരെയും നിരീക്ഷിക്കുകയാണ്. ജാക്ക് തൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് മാനുവൽ മനസ്സിലാക്കി. ഇത് ജാക്കും മാനുവലും തമ്മിൽ വേർപിരിയാൻ ഇടയാക്കി. പിന്നീട് ഇരുവരും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. തൻ്റെ ലൈറ്റർ മോഷ്ടിച്ച ജാക്കിനെ മാനുവൽ പിന്നീട് ഭക്ഷണം നൽകാതായി. അതിനാൽ തന്നെ പിന്നീട് ജാക്ക് മീൻ പിടിക്കാൻ പോകാൻ നിർബന്ധിതനായി. മത്സ്യബന്ധനത്തിന് പോയി പരിചയമില്ലാത്ത ജാക്കിനെ മീൻ പിടിക്കാനായി സാധിച്ചിരുന്നില്ല. ജാക്ക് മീൻ പിടിക്കാൻ പോയ സമയത്ത് ജെനിഫറിന് കലശമായ വിശപ്പ് അനുഭവപ്പെടുകയാണ്. തൻ്റെ പക്കലുള്ള മത്സ്യം കഴിച്ചോളൂ എന്നും താനിക്കാര്യം ജാക്കിനോട് പറയില്ലെന്നും മാനുവൽ ജെനിഫറിനോട് പറഞ്ഞു. അങ്ങനെ മാനുവലിനൊപ്പം ഭക്ഷണം കഴിച്ച് ജാക്ക് വരുന്നതിന് മുൻപ് അവൾ തിരിച്ചുപോയി. പോകുന്നതിന് മുൻപ് നന്ദിയോടെ അവൾ മാനുവലിൻ്റെ കവിളിൽ ചുംബിച്ചിരുന്നു. അല്പസമയത്തിനു ശേഷം ജാക്ക് ചെറിയ കുറച്ച് മീനുകളെയെല്ലാം പിടിച്ച് തിരിച്ചു വരികയാണ്. ജാക്ക് പിടിച്ചു കൊണ്ടുവന്നിരുന്ന മത്സ്യങ്ങളിലൊന്ന് വിഷമുള്ളതാണെന്നും അത് കഴിക്കരുതെന്നും മാനുവൽ ജാക്കിനോട് നിർദ്ദേശിച്ചു. എന്നാൽ അല്പസമയത്തിനു ശേഷം മാനുവലിൻ്റെ ഭക്ഷണം ജെനിഫർ കഴിച്ചെന്ന് ജാക്ക് തിരിച്ചറിഞ്ഞു. അയാൾ പ്രകോപിതനായി. അല്പസമയത്തിനു ശേഷം മാനുവലിൻ്റെ ഷെഡിനെ തീപിടിച്ചു. ഇതിൻ്റെ പേരിൽ ജാക്കും മാനുവലും തമ്മിൽ ഒരു തർക്കമുണ്ടായി. പിറ്റേന്ന് തൻ്റെ കണ്ണടകൾ കൂടി ജാക്ക് മോഷ്ടിച്ചതായി മാനുവൽ രോക്ഷത്തോടെ തിരിച്ചറിയുകയാണ്. അതോടെ ജാക്കിനെതിരെ പോരാടാനായി മാനുവൽ തീരുമാനിച്ചു. രോക്ഷത്തോടെ മാനുവൽ മീൻ പിടിക്കാൻ പോയിരുന്ന ജാക്കിനെ തേടി കടലിലേക്ക് പോകുന്നത് കണ്ട് ജെനിഫർ അവനെ തടയാനായി ശ്രമിച്ചു. എന്നാൽ
ജാക്കിനോടുള്ള ദേഷ്യം തീർക്കാനായി മാനുവൽ ജെനിഫറിനെ ബലാത്കാരം ചെയ്യുകയാണ്. ആദ്യമൊക്കെ തടയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ജെനിഫറും അത് ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുവർക്കുമിടയിൽ ഊഷ്മളമായൊരു സ്നേഹബന്ധം ഉടലെടുക്കുകയാണ്. ഈ ഒരു സംഭവം ജാക്കിനെ അറിയിക്കരുതെന്ന് ജെനിഫർ മാനുവലിനോട് പറഞ്ഞു. അല്പസമയത്തിനു ശേഷം താൻ പിടിച്ചൊരു മീനുമായി ജാക്ക് സന്തോഷത്തോടെ ജെനിഫറിൻ്റെ പക്കലേക്കെത്തി. താൻ ചെയ്ത പ്രവൃത്തിയിലുള്ള പശ്ചാത്താപം മൂലം മാനുവലുമായി ചെയ്തിരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ജെനിഫർ ജാക്കിനോട് സൂചിപ്പിച്ചു. ആ ഒരു സംഭവം അറിഞ്ഞതോടെ ജാക്ക് രോക്ഷാകുലനായി. ദേഷ്യത്തോട് ജാക്ക് ജെനിഫറിനെ വലിച്ചഴിച്ച് മാനുവലിൻ്റെ പക്കലേക്ക് ഇട്ടുകൊടുത്തു. പിന്നീട് അങ്ങോട്ട് മാനുവലും ജെനിഫറും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ആ ദ്വീപിൽ എങ്ങനെ അതിജീവനം നടത്താമെന്ന് മൂവരും തിരിച്ചറിഞ്ഞു. ഒരു നാൾ മീൻ പിടിക്കാൻ പോയ സമയത്ത് ജാക്കിനെ കടലിൽ തകർന്നു കിടന്നിരുന്ന ഒരു ബോട്ട് കണ്ടുകെട്ടി. അവൻ ആ ബോട്ട് കരയിലേക്ക് എത്തിച്ചു. ജെനിഫറും മാനുവലും ആകാംക്ഷയോടെ അത് നോക്കി നിന്നു. ബോട്ട് ശരിയാക്കാൻ ജെനിഫറും മാനുവലും അവനെ സഹായിക്കാനായി ശ്രമിച്ചെങ്കിലും ജാക്ക് അത് നിരസിച്ചു. ബോട്ട് നേരെയാക്കി അവിടെ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടണമെന്ന് ജാക്ക് തീരുമാനിച്ചിരുന്നു. ജാക്ക് നമ്മളെ ആ ബോട്ടിൽ കയറ്റില്ലെന്നും അവൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് പദ്ധതിയിടുന്നതെന്നും ജെനിഫർ ആ രാത്രിയിൽ മാനുവലിനോട് പറഞ്ഞു. അവൻ പോകുന്നതിന് മുൻപ് ആ ബോട്ടെടുത്ത് നമുക്ക് രക്ഷപ്പെടണമെന്ന് ജെനിഫർ മാനുവലിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇരുവരുടെയും സംഭാഷണങ്ങൾ ജാക്ക് രഹസ്യമായി ശ്രവിച്ചിരുന്നു. പിറ്റേന്ന് ജാക്ക് മീൻ പിടിക്കാൻ പോയ സമയത്ത് ജെനിഫറും മാനുവലും ചേർന്ന് ആ ഒരു ബോട്ട് മോഷ്ടിച്ചു. ജാക്ക് അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ഇരുവരും ആ ഒരു ബോട്ടിൽ കടലിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. ശേഷം ജാക്ക് ഇരുവരെയും നോക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനു ശേഷം ആ ഒരു ബോട്ട് വെള്ളത്തിൽ മുങ്ങാൻ ആരംഭിച്ചു. സത്യത്തിൽ ഇരുവരെയും കൊടുക്കാനായി ജാക്ക് തയ്യാറാക്കിയിരുന്നൊരു പദ്ധതിയായിരുന്നു അത്. ഇരുവരും നീന്തി കരയിലേക്ക് എത്തിയെങ്കിലും മാനുവൽ അതീവ ക്ഷീണിതനായിരുന്നു. ഈ ഒരു തക്കം നോക്കി ജാക്ക് മാനുവലിനെ ആക്രമിക്കുകയാണ്. ജെനിഫർ ജാക്കിനെ തടയാൻ ശ്രമിച്ചെങ്കിലും മാനുവലിനെ മാരകമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ മാനുവൽ പ്രാണരക്ഷാർത്ഥം ജാക്കിൻ്റെ പക്കൽ നിന്നും നീന്തി രക്ഷപ്പെടുകയാണ്. ഞാൻ മാനുവലിനെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ജാക്ക് ജെനിഫറിനെ ഭീഷണിപ്പെടുത്തി. അല്പസമയത്തിനു ശേഷം മാനുവൽ തിരിച്ചെത്തി. അതോടെ ഇരുവരും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുത്തു. പരിക്കേറ്റിരുന്ന മാനുവൽ ജെനിഫറിനെയും കൂട്ടി ജാക്കിൻ്റെ പക്കൽ നിന്നും ഓടിപ്പോവുകയാണ്. മാരകമായി പരിക്കേറ്റിട്ടുള്ളതിനാൽ മാനുവൽ ജെനിഫറിനൊപ്പം ഒരു മരത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനു ശേഷം ഇരുവരെയും അന്വേഷിച്ച് ജാക്ക് ആ ഒരു മരത്തിൻ്റെ താഴേക്കെത്തുകയാണ്. ഇതേസമയം മാനുവലിൻ്റെ കാമുകി കോഴിയുടെ കഴുത്ത് ഛേദിച്ച് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ മാനുവലിൻ്റെ മൂക്കിൽ നിന്നും രക്തം വരാൻ ആരംഭിച്ചു. അത് ജാക്കിൻ്റെ ദേഹത്ത് പതിച്ചു. അങ്ങനെ ജാക്ക് മാനുവലിനെ പിടികൂടുകയും ജെനിഫർ അവനുമായി പോരാടുകയുമാണ്. കൂടോത്രത്തിലൂടെ മാനുവലിൻ്റെ ശരീരം ആ പാവയുമായി അവൻ്റെ മുൻ കാമുകി ബന്ധിപ്പിച്ചിരുന്നു. എന്നിട്ട് അവൾ ആ പാവയെ ഒരു കോലിനുള്ളിലേക്ക് കുത്തിയിറക്കുകയാണ്. ഈ സമയം മാനുവൽ ജാക്കിനെ കൊല്ലാനായി വലിയൊരു കല്ല് കയ്യിലെടുത്തിരുന്നു. കൂടോത്രം മൂലം മാനുവൽ കാലുവഴുതി വീഴുകയും അവൻ്റെ ശരീരത്തിലേക്ക് ഒരു മരക്കമ്പ് തറച്ചു കയറുകയുമാണ്. തൽഫലമായി മാനുവൽ മരണത്തിന് കീഴടങ്ങുകയാണ്. മറ്റു മാർഗമില്ലാതെ പിന്നീട് ജെനിഫർ ജാക്കിനൊപ്പം താമസിക്കുകയാണ്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ജാക്ക് മീൻ പിടിക്കാനായി പോയ സമയത്ത് ഒരു മത്സ്യത്തൊഴിലാളിയും കുടുംബവും ഈ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ്. അയാളെ കണ്ടതോടെ ജെനിഫറിന് ഒരുപാട് സന്തോഷമായി. കാരണം ഏറെ നാളത്തെ ദുരിത ജീവിതത്തിനു ശേഷം അവൾക്ക് ദ്വീപിൽ നിന്നും രക്ഷപ്പെടാനായി സാധിക്കുകയാണ്. പോകുന്ന സമയത്ത് അവൾ ജാക്കിൻ്റെ ലൈറ്റർ കൊണ്ടുപോയിരുന്നു. അതിനാൽ തന്നെ ജാക്കിന് ഇനി ഒരിക്കലും ആഹാരം പാകം ചെയ്യാനായി സാധിക്കുകയില്ല. മാനുവലിനോട് അവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഫലമായി അവനെ കഠിനമായ ശിക്ഷ കൊടുക്കണമെന്ന് ജെനിഫർ ആഗ്രഹിച്ചിരുന്നു. അവൾ പോയതിനു ശേഷമാണ് ജാക്ക് ദ്വീപിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. ജാക്ക് അലറി വിളിച്ചെങ്കിലും ജെനിഫറിനോടൊപ്പം ആ ഒരു ബോട്ട് ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവില്ലെന്ന് ജാക്ക് വേദനയോടെ തിരിച്ചറിഞ്ഞു. ആ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ജാക്കിനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.